സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീം പരിശീലനത്തിനായി വയനാട് എത്തിയിരിക്കുകയാണ്. ഷെഫീഖ് ഹസന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. വയനാട്ടിലെ കാലാവസ്ഥ അസമിലെ കാലാവസ്ഥയുമായി യോജിച്ചു പോകുന്നതുകൊണ്ടാണ് ഇത്തവണ പരിശീലനം വയനാട്ടിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജോഷ്ല കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സന്തോഷ് ട്രോഫി ക്യാമ്പിന്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനായി. ജോഷ്ല, ഗുഡ് മോർണിംഗ്. സന്തോഷ് ട്രോഫി ക്യാമ്പിലെ സന്തോഷങ്ങൾ ഇത്തവണ എന്താണ്? നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? വയനാട്ടിൽ പരിശീലനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് മനു. ഞാൻ മരവയലുള്ള സ്റ്റേഡിയത്തിലാണുള്ളത്. വയനാട്ടിലേക്ക് ചുരം കയറിയിരിക്കുകയാണ് ഇത്തവണ കേരള സന്തോഷ് ട്രോഫിക്കുള്ള ടീം. സന്തോഷ് ട്രോഫി മത്സരത്തിലേക്ക് പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം ചുരം കയറിയിരിക്കുകയാണ്. അസമിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ വയനാട്ടിലെ കാലാവസ്ഥയും തണുപ്പ് കാലാവസ്ഥ, ആ തണുപ്പ് കാലാവസ്ഥയോട് എതിരിട്ട് അതിൻ്റെ വെല്ലുവിളിയെ കൂടി അതിജീവിക്കാനുള്ള പരിശീലനത്തിനാണ് അവർ. രാവിലെ 7 മണി മുതൽ ഏകദേശം 9 മണി വരെയാണ് പരിശീലനം. നമുക്കറിയാം പ്രശസ്തരായ കോച്ചുകൾ കെ ടി ചാക്കോയെ നമുക്കറിയാം. കെ ടി ചാക്കോ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഷെഫീഖ് ഹസൻ അടക്കമുള്ള ആളുകളാണ് കോച്ചുകളായി ഉള്ളത്. ഇന്ത്യൻ വല ഒരു കാലത്ത് സത്യനോടൊപ്പമൊക്കെ ഇന്ത്യൻ വല കാത്ത കെ ടി ചാക്കോ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. എങ്ങനെയുണ്ട് പരിശീലനം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നേരത്തെ കേരളം കഴിഞ്ഞ തവണ സന്തോഷ് ട്രോഫി നഷ്ടപ്പെട്ട റണ്ണറപ്പാണ്. ഇത്തവണ സന്തോഷ് ട്രോഫിയുമായിട്ടാണോ കേരളം ഇങ്ങോട്ടേക്ക് വരിക എന്ന് കൂടി അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. ഇത്രയും കാലത്തെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് ഇപ്പോഴത്തെ പരിശീലനം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല പരിശീലനമാണ്. ഞങ്ങൾ കഴിഞ്ഞ 6-ാം തീയതി തുടങ്ങിയാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ മറ്റന്നാളായിട്ട് സെലക്ഷൻ ട്രയൽസാണ്. ഇപ്പോൾ 28 പേര് ടീമിലുണ്ട്. അതിൽ 22 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം 19-ാം തീയതി ഇവിടുന്ന് ടീം പോകും. 22-ാം തീയതിയാണ് ആസാമിൽ കളിയുക. വയനാട്ടിൽ ആണ് ഇത്തവണ. കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു വയനാട്ടിലെ ഒരു പരിശീലനം നടക്കുന്നത്. വയനാട്ടിലൊരു കാലാവസ്ഥയും ഇവിടേക്ക് ഈ പരിശീലകരായി എത്തിയ കുട്ടികൾ പരിശീലനത്തിനെത്തിയ ആളുകളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാമിന ഒക്കെ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സന്തോഷ് ട്രോഫി ക്യാമ്പ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ നാഷണൽ ഗെയിംസിൻ്റെ ക്യാമ്പ് നടന്നിരുന്നു. ഷെഫീഖ് ഹസൻ കോച്ചാണ് കൊണ്ടുപോയത്. നമ്മുടെ കേരളം വിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടുന്ന് തന്നെ കോച്ചിങ് ചെയ്ത് സന്തോഷ് ട്രോഫി ടീമും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വിൻ ചെയ്യും. നല്ല ടീമുണ്ട്. നമ്മൾ ആദ്യം തന്നെ നല്ല പൂളിലാണ്, പൂളിലാണ്. പൂളിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ മത്സരം പഞ്ചാബാണ്. കുഴപ്പമൊന്നുമില്ല. അല്ല, അവർ ബംഗാളാണ് സ്വർണ്ണക്കപ്പ്. ബംഗാളിന് നമ്മളെ ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു ഗോളിന് നമ്മൾ തോക്കുന്നത്. ഇപ്രാവശ്യം പഞ്ചാബുണ്ട്, നല്ല ടീമുകളുണ്ട് നമ്മുടെ പൂളിൽ. കുഴപ്പമില്ല, നമുക്ക് കളിക്കാമെന്നുള്ള ടീമേ ഉള്ളൂ. എല്ലാ ടീമും നമ്മുടെ തൊട്ട് ആവറേജാണ്. ഗോളടിക്കുന്ന ടീം ജയിക്കും. ആത്മവിശ്വാസമുണ്ട്, നമ്മുടെ ടീം ജയിക്കും. ഇപ്രാവശ്യം നല്ല ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ SLKയിലുള്ള പ്ലെയേഴ്സാണ് മൊത്തം കളിക്കുന്നത്. കാര്യം അവർ 3 മാസം ഫോറിൻ കോച്ചസിൻ്റെ അണ്ടറിലും അതുപോലെ നല്ല ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ട് ടീമെല്ലാം നല്ല ഫിറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ കൊല്ലം കളിച്ച 2 പേരുണ്ട്. പിന്നെ SLK കളിച്ച 2 പേരുണ്ട്. 4 പേരുണ്ട് ഇപ്പോൾ ടീമിൽ. അതിൽ 3 പേര് നാളെ സെലക്ട് ചെയ്യും. അവർ നല്ല നമ്മുടെ അജ്മേലുണ്ട്. അജ്മേലാണെങ്കിൽ ഇപ്പം 5 വർഷം സന്തോഷ് ട്രോഫി കളിച്ചാണ്. കഴിഞ്ഞ കൊല്ലം റണ്ണേഴ്സായ ടീമിലുണ്ടായിരുന്നു. 23-ലെ വിന്നേഴ്സായ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് എല്ലാവരും. ഇത്തവണ പരിശീലനത്തിൽ എത്തിയപ്പോൾ, അതായത് ഈ ഒരു പരിശീലന സമയത്തുണ്ടായ ഒരു അനുഭവം, എന്തെങ്കിലും പ്രത്യേക ഒരു അനുഭവം എന്തെങ്കിലും? അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സന്തോഷ് ട്രോഫി എവിടെ നമ്മൾ കണ്ണൂർ എന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും എല്ലാ ആൾക്കാരും നല്ല ആരാധകരാണ് നമുക്കുള്ളത്. അത് എവിടെ നമ്മുടെ ഈ സന്തോഷ് ട്രോഫി കേരളത്തിലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫിക്ക് നല്ല ആരാധകരെ കിട്ടിയത്. എന്നാലും ആൾക്കാർ നല്ല റെസ്പോണ്ടാണ് ചെയ്യുന്നത് ഈ കളി. നമ്മുടെ ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജവഹർ സ്റ്റേഡിയത്തിലായിരുന്നു അല്ലേ മുന്നൊക്കെ പരിശീലനം? അതെ, ജവഹർ സ്റ്റേഡിയത്തിലായിരുന്നു. എല്ലാ പരിശീലനത്തിലും ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഒരു 4 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാ പരിശീലനത്തിലുണ്ട്. ഇതുവരെ പോയിട്ടില്ല. ഓക്കെ മനു, ഷെഫീഖ് ഹസനെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം കാണാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ പരിശീലകനായി അല്ല, അത് വേണ്ട, പരിശീലനം മുടക്കണ്ട, അവരുടെ പണി നടക്കട്ടെ. നമുക്ക് ഒരുപാട് സന്തോഷം നൽകാൻ വേണ്ടി ശരിയല്ല, ബുദ്ധിമുട്ടിക്കണ്ട. അത് ശരിയല്ല ജോഷ്ല, അത് ശരിയല്ല. ഏതായാലും അല്പസമയത്തിന് ശേഷം സമയം കിട്ടുമ്പോൾ ഷെഫീഖിനോട് സംസാരിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വാ ജോഷ്ല. അപ്പോൾ താങ്ക് യു. രാവിലെ സന്തോഷ് ട്രോഫിയുടെ ക്യാമ്പിലെ ഈ സന്തോഷ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന്. നമ്മുടെ ടീം പോയി കപ്പടിച്ച് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ജോഷ്ല. വയനാട്ടിലാണ് ഇത്തവണ ക്യാമ്പ് നടക്കുന്നത്, പരിശീലന ക്യാമ്പ് നടക്കുന്നത്. വിവരങ്ങളാണ് ജോഷ്ല നൽകിയത്.